നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന പ്രമുഖ എയർലൈൻസ് ആയ ഇൻഡിഗോയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് ഇൻഡിഗോ എയർലൈൻസിന്റെ കരിയർ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻഡിഗോയുടെ കരിയർ വെബ്സൈറ്റിന്റെ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരുവാൻ കഴിയും. ഈ ഒരു വെബ്സൈറ്റിൽ നിന്നുമാണ് നിങ്ങൾ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. 3 ഓപ്പണിംഗ്സ് എന്നാണ് ഈ ഒരു പേജിൽ നിലവിൽ നൽകിയിരിക്കുന്നത്. ക്യാബിൻ ക്രൂ, ഹെഡ് CEO, അതുപോലെ തന്നെ ഓഫീസർ എക്സിക്യൂട്ടീവ് റാം തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. അത്തരത്തിൽ 3 പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. അതിൽ ക്യാബിൻ ക്രൂ ഹൈദരാബാദ്, കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കാണ് ആവശ്യം. അപ്പോൾ കൊച്ചിയിലും ഒഴിവുകളുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കേരളത്തിലും ഒഴിവുകളുണ്ട്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, അത് അവരുടെ IT ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഹെഡ് CEO. അവർക്ക് 15 വർഷം മുതൽ 20 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അവർക്ക് ആവശ്യം. ഡൽഹിയിലേക്കാണ് ആളുകളെ ആവശ്യം. എന്നാൽ ഈ പറയുന്ന ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടില്ല. അതുപോലെ തന്നെ ഓഫീസർ എക്സിക്യൂട്ടീവ് റാം പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടില്ല. ജയ്പൂരിലേക്കാണ് 0 to 3 years എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 3 വർഷം വരെ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം, അതുപോലെ തന്നെ 3 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ പോസ്റ്റായ ക്യാബിൻ ക്രൂ എന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കാണാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ നൽകിയിട്ട് ജോബ് ID 14032 എന്നാണ്. ഫുൾ ടൈം ജോബ് തന്നെയാണ്. ഹൈദരാബാദ്, കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ എന്നീ സ്ഥലങ്ങളിലേക്കാണ് ആവശ്യം. 0 years എന്നാണ് എക്സ്പീരിയൻസ് ഇവിടെ നൽകിയപ്പോൾ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. ക്യാബിൻ ക്രൂ ആണ്. ഇൻഫ്ലൈറ്റ് സർവീസസ് ആണ് ഓർഗനൈസേഷൻ. പോസ്റ്റ് December 17 ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത എന്താണ് നമുക്ക് നോക്കാം. ഫീമെയിൽ ഇന്ത്യൻ നാഷണൽസ് വിത്ത് ഇന്ത്യൻ പാസ്പോർട്ട്, ഏജ് ബിറ്റ്വീൻ 18 to 27 years of age. അപ്പോൾ സ്ത്രീകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് +2 പാസ്സായിരിക്കണം. ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അംഗീകൃത ബോർഡിൽ നിന്ന് നിങ്ങൾ +2 പാസ്സായിരിക്കണം. മാത്രമല്ല ഫ്ലുവൻസി ആൻഡ് ക്ലാരിറ്റി ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള കമ്മ്യൂണിക്കേഷൻ വ്യക്തമായിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി സംസാരിക്കാൻ അറിയുന്ന +2 പാസ്സായ എല്ലാ സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. മിനിമം ഹൈറ്റ് ഇവിടെ നൽകിയിട്ട് 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇത് പ്രൊപ്പോർഷനേറ്റ് വെയിറ്റേജ് ആസ് പെർ BMI. അപ്പോൾ എന്തായാലും അതിനനുസൃതമായ വെയിറ്റും ഈ പറയുന്ന ഹൈറ്റും ഉണ്ടായിരിക്കണം. പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് വെൽ ഗ്രൂംഡ്, നോ ടാറ്റൂസ് വിസിബിൾ ഇൻ യൂണിഫോം എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് അപ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാളായിരിക്കണം, വെൽ ഗ്രൂംഡ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ ടാറ്റൂസ് വിസിബിൾ ആവാൻ പാടില്ല. അതായത് അവരുടെ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ടാറ്റൂസ് അവർക്ക് വിസിബിൾ ആവാൻ പാടില്ല, പുറത്ത് കാണുവാൻ പാടില്ല എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ കയ്യിലോ അത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാറ്റൂസ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വെൽ ഗ്രൂംഡ് ആയിരിക്കണം, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആയിരിക്കണം, ഈ പറയുന്ന ഹൈറ്റും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇവിടെ വന്ന് വായിച്ച് നോക്കുക. ഇതിൽ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലോഗിൻ ടു അപ്ലൈ നൗ എന്നാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം കാൻഡിഡേറ്റ് ലോഗിൻ, കാൻഡിഡേറ്റ് സൈനപ്പ് എന്ന 2 ഓപ്ഷൻ കാണാം. അപ്പോൾ കാൻഡിഡേറ്റ് സൈനപ്പ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് സൈനപ്പ് വിധത്തിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഇമെയിൽ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ ആദ്യം വന്ന് ഈ ഒരു വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ലോഗിൻ ടു അപ്ലൈ നൗ എന്ന് ഇവിടെ കാണാം. നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ആ ഒരു പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുക. എന്തായാലും എക്സാമിനേഷൻ ഫീസോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, അപേക്ഷാ ഫീസോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മറ്റുള്ള പോസ്റ്റുകളിലേക്ക് അടുത്ത 2 ഒഴിവുകളുടെ ഡീറ്റെയിൽസ് കൂടി നോക്കാം. അടുത്ത ഹെഡ് CEO ആർക്കിടെക്ചർ ആൻഡ് AMP ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ്. അതുകൊണ്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ കൂടുതൽ ഇവിടെ പരിശോധിക്കുന്നില്ല. നമുക്ക് അടുത്തൊരു പോസ്റ്റിലേക്ക് തന്നെ പോവാം. ഓഫീസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റാമ്പ്, ജയ്പൂരിലേക്കാണ്. 0 to 3 years എക്സ്പീരിയൻസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ വേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയത്, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അവിടെ ഇവർ വ്യക്തത നൽകിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളെല്ലാം അവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. അതായത് കൺഫേം ET, അതുപോലെ തന്നെ ടേക്ക് ദ ബേ നമ്പർ ഫ്രം എപ്രോൺ, അതിൽ അലൈൻ ദ റാം പ്രോപ്പർലി, ഫിൽ ദ റാം ഫില്ലിംഗ് ഡ്യൂറിംഗ് ദ ഫ്ലൈറ്റ്, എൻഷുർ എവരി വൺ ഈസ് സ്മൂത്ത്, സേഫ് ആൻഡ് ഫ്ലൈറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് പോസ്റ്റാണിത്. 0 to 3 years എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കുക, കൂടുതൽ നന്നായിരിക്കുക. കാരണം ഈ ഒരു മേഖലയിൽ ഈ പറയുന്ന ഓഫീസർ റോളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഫീസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റാമ്പ് റോളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ജയ്പൂരിലേക്കാണ് ഒഴിവ്. അപ്പോൾ അത്തരത്തിലുള്ള 3 ഒഴിവുകളാണ് നിലവിൽ ഇൻഡിഗോ എയർലൈൻസിലുള്ളത്. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. ഇത്തരത്തിൽ ഓരോ പോസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ടു അപ്ലൈ എന്നൊരു ബട്ടൺ ഇവിടെ കാണാം.
ഇത്തരത്തിൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. എന്തായാലും ക്യാബിൻ ക്രൂ പോസ്റ്റ് ഹൈദരാബാദ്, കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിലും ഒഴിവുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കാണ് അവസരം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കാണ് ഈ പറയുന്ന ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ഓഫീസർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കെല്ലാം എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയും. മറ്റുള്ള പോസ്റ്റുകളിലേക്ക് എല്ലാ ജെൻഡറിലുള്ള ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്ക് സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു പേജിൽ നിന്നും എക്സ്പയർ ആവുന്നതിന് മുമ്പേ, ഈ ഒരു പേജിൽ നിന്നും അവർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ യോഗ്യരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും അപേക്ഷിക്കുക. അപേക്ഷാ ഫീസോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ തന്നെ ഈസി ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ആവുന്നതിന് കാൻഡിഡേറ്റ് സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വന്നതിന് ശേഷം ആദ്യം നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുക, അതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നിലവിൽ ഇൻഡിഗോയിൽ ഇത്രയും ഒഴിവുകളാണുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു പോസ്റ്റുകളിലേക്ക് യോഗ്യരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. കാരണം ഇത് സ്ത്രീകൾക്ക് മാത്രം അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് കൂടിയുണ്ട് ഇതിൽ. അതായത് ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്ക് സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ള പോസ്റ്റുകളിലേക്ക് എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്രയും ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ടെലഗ്രാം, ഷെയർ ചാറ്റ് പേജുകളുടെ ലിങ്കുകളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടെ. മാത്രമല്ല ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇൻഡിഗോയുടെ ഈ ഒരു ജോബ് ഹയറിംഗ് പേജ്, കരിയർ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എന്തായാലും ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി ഫോളോ ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്ക്, ഷെയർ ചാറ്റ്, അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ എല്ലാം ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫൈ ആയിട്ടുള്ള എല്ലാവരും അപേക്ഷിക്കുക. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.